ഇനി തൈറോയിഡ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവർക്കും കുടുംബത്തിനും എല്ലാവർക്കും സങ്കടമായി, കുഞ്ഞുനാളിലെ തൈറോയിഡ് വന്നല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ ഈ റിസൾട്ട് കിട്ടിയ ശേഷം ഡോക്ടറിനെ കാണുന്നതിന് മുന്നേ ഞങ്ങൾ മോളുടെ തൊണ്ടയിൽ നമ്മുടെ അമ്മയുടെ വിശുദ്ധ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വചനം തന്നെയാണ് ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഞങ്ങളത് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ മോളെയും കൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ ആ റിസൾട്ട് വാങ്ങി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇത് മെഡിസിൻ ഒന്നും അവൾക്ക് എഴുതിയില്ല. ഞങ്ങളോട് പറഞ്ഞു, ഈ റിസൾട്ട് ഒന്നുകൂടെ ഒരു ടെസ്റ്റ് ചെയ്യാമോ വേറൊരു ലാബിലെന്ന് ചോദിച്ചു. അത് അമ്മ ഇടപെട്ട് തന്നെയാണ്. ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അറിയാത്തൊരു ഡോക്ടറാണ്, ഞങ്ങളെ അറിയാത്തൊരു ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഈ റിസൾട്ടിൽ ശരിക്കും ഏത് ഒരു ഡോക്ടറിൻ്റെ റിസൾട്ട് കൊണ്ട് കാണിച്ചാലും അവൾക്ക് തൈറോയിഡിൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ഒരു റിപ്പോർട്ട് കൂടെ എടുത്തിട്ട് വരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഒരു ടെസ്റ്റ് കൂടെ നടത്തിയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാമത് വേറെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. മോൾക്ക് ആ റിസൾട്ട് കൊണ്ട് ഡോക്ടറിനെ കാണിച്ചു. മോൾക്ക് തൈറോയ്ഡ് യാതൊരു പ്രശ്നവും ഇല്ല, തൈറോയ്ഡ് നോർമൽ അമ്മ ആക്കിയിരിക്കുന്നു. അവൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവായിരുന്നു, 10 താഴെയാണ്. അങ്ങനെ അതിൻ്റെ ആയിരുന്നു മുടി കൊഴിച്ചിലും വെയിറ്റ് ലോസൊക്കെ വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അവൾക്ക് തൈറോയ്ഡ് ഒരു പ്രശ്നമില്ല, പൂർണ്ണമായി അമ്മ മാറ്റി. അമ്മ ഇടപെട്ട് പൂർണ്ണമായി അത് മാറ്റി. ഞങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. ഇനി ഇത്രയും ഞങ്ങൾക്ക് അനുഭവങ്ങൾ തന്നെ ഈശോയുടെ അമ്മയുടെ ഈ അനുഗ്രഹവും നിങ്ങൾക്കും എല്ലാവർക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഒരിക്കലും കൈവെടിയിട്ടില്ല. നമുക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം പറയും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സാധിച്ചിരുന്നു. ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുകയാണ്, എല്ലാവരും നന്നായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. കൂടാതെ എൻ്റെ അമ്മയുടെ മുട്ടുവേനയും തോളുവേനയും ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്മയ്ക്ക് 3 ദിവസം അമ്മ കിടപ്പായിരുന്നു, മുട്ടുവേന, നടക്കാൻ വയ്യാതെ. അമ്മയുടെ തൈലം തന്നെയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ തൈലം പുരട്ടി കൊടുത്തു. അമ്മയ്ക്കിപ്പോൾ സാധാരണ പോലെ അമ്മ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഈശോയുടെയും അമ്മയുടെയും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോയും അമ്മയും തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഞങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ ഒത്തിരി ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അതെല്ലാം അമ്മ സാധിച്ചിരുന്നു. ഇനിയും വന്ന് ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം അമ്മ തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പോവുകയാണ്. എല്ലാവരെയും അമ്മയും ഈശോയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.